യേശുവിൽ പ്രിയ നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 34-ാം വാക്യം യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. പ്രിയ നിറഞ്ഞവരെ, ഈ നോയമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹത്തിൻ്റെ നിഷേധത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് വളരെ ഉചിതമാണ്. താൻ അത്രമാത്രം സ്നേഹിച്ച ശിഷ്യനാൽ നിഷേധിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ ഈശോ മുൻകൂട്ടി കണ്ട് ആ ഒരു അവസ്ഥ ശിഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരിക്കലും മനഃപൂർവ്വമോ ബോധപൂർവമോ ആയിരുന്നില്ല. പത്രോസിൻ്റെ ആ നിഷേധം ഭയത്തിൽ നിന്നാണ് അവൻ നിഷേധിക്കുന്നത്. എങ്കിലും അത് സ്നേഹത്തിൻ്റെ നിഷേധമായിരുന്നു. എന്ന് പറഞ്ഞവരെ, ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ദുഃഖത്തിലൂടെ, അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു തിരസ്കാരമാണ്. സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കളെ നമ്മുടെ വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് അവരുടെ ആ സ്നേഹത്തെ നിഷേധിക്കുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന ആ ഒരു മനോവ്യതകളെ നമുക്ക് ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആ കർണവന്മാരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം മറ്റ് പലതരത്തിലുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ സ്വന്തം മക്കളാൽ തിരസ്കരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വേദന, അതിന് നമുക്ക് മറ്റൊന്നും അതിന് പകരം വയ്ക്കാൻ പറ്റില്ല. പ്രിയ നിറഞ്ഞവരെ, സ്നേഹിച്ചു വളർത്തിയതിന് അതിന് പകരം കൊടുക്കാൻ സാധിക്കുക സ്നേഹം തന്നെയാണ്. അവരെ സ്നേഹിച്ച് തന്നെയാണ് നമ്മൾ അവരുടെ സ്നേഹത്തിന് നമുക്ക് നമ്മുടെ പ്രതിസ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റെന്തെല്ലാം കൊടുത്താലും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊരിക്കലും അതിന് പകരമാവില്ല. ആ സ്നേഹത്തിൻ്റെ തിരസ്കാരത്തെ വളരെ വലിയ ഗൗരവമായിട്ടുള്ള തെറ്റായിട്ട് പോലും ഈശോ കാണുന്നുണ്ട്. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ്. അപ്പോൾ സ്നേഹത്തെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരസ്കരിക്കുന്ന തുല്യമാണ്. നിറഞ്ഞൊരു നോമ്പ് കാലത്തിൽ ഈ സ്നേഹത്തിൻ്റെ തിരസ്കാരങ്ങളെ ഒഴിവാക്കുന്ന മക്കളായി നമുക്ക് മാറാം. നമ്മെ സ്നേഹിച്ചു വളർത്തിയവരെ, അവരെ കുറേം കൂടിയും കരുണയോടുകൂടി കാണുവാനും, അവരെ കുറേം കൂടി പരിഗണിക്കാനും, സ്നേഹത്തിൻ്റെ വാക്കുകളാലും പ്രവൃത്തികളാലും പെരുമാറ്റങ്ങളാലും ഒരുപക്ഷെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളോ ഓർമ്മപ്പെശകളോ കുറവുകളോ ഒക്കെയുള്ളവരാകാം നമ്മുടെ മാതാപിതാക്കൾ. എങ്കിലും അതൊരിക്കലും അവരെ സ്നേഹിക്കാതെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ആ ഒരു വലിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. സ്നേഹത്തിൻ്റെ നിഷേധം ഈ നോയമ്പിൽ ഉണ്ടാകാതിരിക്കട്ടെ. സ്നേഹിക്കുന്നവരെ തിരസ്കരിക്കാതിരിക്കാൻ നമുക്ക് ഒന്ന് പരിശ്രമിക്കാം. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നോ വാക്കുകളിൽ നിന്നോ ഈ ഒരു തിരസ്കാരത്തിൻ്റെ, അവഗണനയുടെ മനോഭാവം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. കൂടുതൽ പരിഗണിക്കാനും സ്നേഹിക്കാനും കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാനും മാതാപിതാക്കളോട് ആ ഒരു സ്നേഹത്തോടു കൂടി പെരുമാറാനും നമുക്ക് ഈ നോയമ്പിൽ ഒന്ന് പരിശ്രമിക്കാം. ഈശോയുടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഇതാ സ്വന്തം ശിഷ്യൻ 3 വർഷക്കാലം കൂടെ കൊണ്ടു നടന്നവൻ, അത്രമാത്രം സ്നേഹിച്ച ആ ശിഷ്യനാൽ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥയെ അങ്ങ് എത്രമാത്രം വേദനയോടെയാണ് സ്വീകരിച്ച് മനസ്സിലാക്കിയത്. മുൻകൂട്ടി ഒരു വാണിംഗ് പോലും കൊടുത്തിട്ട് പോലും ഇതാ ഒരു സാഹചര്യം വന്നപ്പോൾ ആ ശിഷ്യൻ ഭയം കൊണ്ട്, ബോധപൂർവ്വം മനഃപൂർവ്വം അല്ലെങ്കിലും ഭയം കൊണ്ട് അങ്ങേ തിരസ്കരിക്കുന്നുണ്ട്. ഞാൻ അവർ അറിയില്ല എന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് കടന്നുപോയൊരു വേദന, ചങ്ക് പൊട്ടുന്നൊരു വേദന. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എത്രയോ പേർ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കൾ. അവരോടൊക്കെ ഞങ്ങൾ എന്തുമാത്രം സ്നേഹത്തോടെ താല്പര്യത്തോടു കൂടി അവരെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ പെരുമാറ്റങ്ങളോ വാക്കുകളോ മുറിപ്പെടുത്തുന്ന വാക്കുകളോ ഉണ്ടാകുമ്പോൾ ഒരു ചങ്കിൽ പൊട്ടുന്ന വേദനയിലൂടെയല്ലേ ഞങ്ങളുടെ ആ മാതാപിതാക്കൾ കടന്നു പോകുന്നത്. ആ ഒരു ഓർമ്മ ഞങ്ങളുടെ ഉള്ളിൽ കൂടുതൽ അവരെ സ്നേഹിക്കുവാനും തിരസ്കരിക്കുന്ന മനോഭാവങ്ങൾ ഒഴിവാക്കുവാനും സ്നേഹത്തിൻ്റെ നിഷേധങ്ങളെയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായി മാറ്റി നിർത്തുവാനും കൂടുതൽ അങ്ങയുടെ ആ ശിഷ്യത്വത്തിലേക്ക് വളരുവാനും ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ആഴമേറിയ സത്യം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ളവരിലേക്ക് സ്നേഹിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.